നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അയ്യടി മോളെ, പെണ്ണിനൊരു നാണം കണ്ടില്ലേ? പുതുമണവാട്ടിയെ പോലെ മുഖം പൊത്തിയിരിക്കുന്നു. എഴുന്നേറ്റ് പോടി അവിടുന്ന്. അങ്കിളെ, സംഗതി ഇത്രയും സ്ഥിതിക്ക് കാര്യങ്ങൾ മുറപോലെ നടക്കണമല്ലോ. നമുക്കൊരു പെണ്ണുകാണൽ ചടങ്ങ് നടത്തിയാലോ? ഇനി ഈ പെണ്ണുകാണൽ ചടങ്ങൊക്കെ വേണോ? അത് വേണം. എന്നാലേ സംഗതി ഒന്ന് ഉഷാറാവൂ അങ്കിളെ, അല്ലേ ആന്റി? ഒന്ന് ഓർത്തു നോക്കിയേ, സുന്ദരി ഇങ്ങനെ ചായയൊക്കെ ആയി വന്ന് ശരത് സാറിന്റെ മുന്നിൽ ചായയൊക്കെ കൊടുത്ത് സാറിന്റെ പേരൊക്കെ ചോദിച്ച് സുന്ദരി കാൽവിരലുകൊണ്ട് പടമൊക്കെ വരച്ചിട്ട് അടിപൊളിയായിരിക്കും അങ്കിളെ. പോ ചേട്ടായി, പെണ്ണ് കാണലൊന്നും വേണ്ട, അതൊക്കെ കഴിഞ്ഞില്ലേ. പെണ്ണ് കാണല് വേണ്ടെങ്കി വേണ്ട, മുറപ്രകാരം ഒരു പെണ്ണ് ചോദിക്കലും അങ്ങോട്ട് പോക്കൊക്കെ വേണ്ടേ? കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഒന്നും വച്ച് നീട്ടണ്ട കൃഷ്ണ. ഷടേന്ന് കല്യാണത്തിലെത്തണം. അതേ ഞാനും പറയുന്നുള്ളൂ. മുറപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ വെച്ച് നീട്ടണ്ട, എത്രയും പെട്ടെന്ന് കല്യാണം. അതിന് മാറ്റമൊന്നുമില്ല. ചടങ്ങുകൾ എന്തൊക്കെ നടത്തിയാലും ശരി, ദിവസങ്ങൾക്കുള്ളിൽ കല്യാണം നടക്കണം. കൃഷ്ണമാമ, അത് ശരത് സാറിനോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ തീരുമാനമൊക്കെ. എന്താ വിളിച്ചത്? ശരത് സാറെന്നോ? അയ്യേ, നശിപ്പിച്ചു. കഷ്ടം. അത് മോശമായി പോയി. സാറെന്ന് വിളിക്കുന്നത് മഹാബോറ. നാണക്കേട്. അയ്യേ. ദേ, ഇനി ശരത്തേട്ടനെന്നല്ലാതെ ഒരു വാക്ക് ഇവിടെ കേട്ടു പോരുത്. ഇപ്പൊ പറഞ്ഞ സെന്റൻസ് അതുപോലെ ഒന്നുകൂടി പറഞ്ഞേ. ശരത്തേട്ടനോട് കൂടി ആലോചിച്ച് തീരുമാനിക്കാന്ന്. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ ശരിയാവില്ല. ഞാൻ പോയി എല്ലാവർക്കും കട്ടൻ ചായ എടുത്തിട്ട് വരാം. കൃഷ്ണ, തമാശ വിട്. നീ ശരത്തിനെ ഒന്ന് വിളിക്കണം, എന്നിട്ട് കാര്യം സംസാരിക്കണം. അല്ലാതെ സുന്ദരി പറയുന്നതോ ഞാൻ പറയുന്നതോ അല്ലല്ലോ കാര്യം. ഞാൻ നേരിട്ട് പോവാമ്മ, പോയി സംസാരിക്കാം. അതാണ് അതിന്റെ ഒരു മര്യാദ. ഞാൻ എഴുന്നേറ്റ് പോകുന്നതും ചർച്ചയൊക്കെ അവസാനിപ്പിച്ചോ? ഇനിയിപ്പൊ കല്യാണമല്ലേ, അവസാനമില്ലാത്ത ചർച്ചകളാവൂ എന്നും. ഞാൻ വന്നത് അതിനല്ല, വേറൊരു സീരിയസ് കാര്യം പറയാനാ. എന്താ അച്ഛമ്മ? എടി മോളെ, ഇത്ര നേരമായിട്ടും ആ കാർത്തിക് വന്നില്ലല്ലോ. അവൻ എവിടെ പോയിരിക്കുക? അവൻ എവിടെ പോയിന്ന് അന്വേഷിക്കലല്ലോ എന്റെ പണി. ചിലപ്പോ വീണ്ടും പോലീസ് തപ്പിക്കൊണ്ട് പോയി കാണും. വരുമ്പോ വരട്ടെ. നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? അവൻ വരാതിരിക്കുന്നതിലെ സങ്കടം കൊണ്ട് ചോദിച്ചതല്ല മോളെ. ഇനി അവൻ ഇവിടേക്ക് വന്നു കയറിയ പ്രശ്നാ മോളെ. അറിയാലോ, കൃഷ്ണൻ ഇവിടെ ഉണ്ട്. നീ എന്ന് ആലോചിച്ചു നോക്കേ, അവൻ ഇവിടേക്ക് വന്നു കയറുകയും ഇപ്പൊ കാർത്തിക് ഈ വീട്ടിലാണെന്ന് അറിയുകയും ചെയ്താലുള്ള അവസ്ഥ അറിയാലോ. നമ്മള് കൃഷ്ണനോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവന്റെ കാര്യം നമ്മൾ മറച്ചു വെച്ചു എന്ന് തോന്നില്ലേ കൃഷ്ണന്? അതുമല്ല, കാർത്തിക്കിനെ എങ്ങാനും ഈ വീട്ടിൽ വെച്ച് കൃഷ്ണൻ കണ്ട ആ നിമിഷം കൃഷ്ണൻ കൊടുവാളെടുക്കും. ഇപ്പോ ഒരു സമാധാന സന്തോഷമൊക്കെ ഉണ്ട്, അതെല്ലാം നശിക്കും. നീ ആ കാർത്തികിനെ വിളിച്ചിട്ടെ ഇങ്ങോട്ട് തള്ളിക്കേറി വരല്ലേ എന്ന് പറ. കാർത്തിക് ഇങ്ങോട്ട് വരാതെ നോക്കേണ്ടത് ലക്ഷ്മി അമ്മയുടെ ആവശ്യമല്ലേ? അതെന്താ ലക്ഷ്മി അമ്മ ചെയ്യാത്തത്? ദേ, പറയുന്നത് കൊണ്ട് ദൈവകോപം ഉണ്ടായാലും ഞാൻ പറയും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ ലക്ഷ്മിയെ നീ ശ്രദ്ധിച്ചായിരുന്നോ? ഒട്ടും ഇഷ്ടമായിട്ടില്ല. നിന്റെ ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റയാളാ ലക്ഷ്മി. എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കിട്ടിയ അപ്പൊ ലക്ഷ്മിക്ക് സന്തോഷാവും. അതുകൊണ്ട് കാർത്തിക് വരട്ടെ എന്നേ ലക്ഷ്മി ആഗ്രഹിക്കത്തുള്ളൂ. തൽക്കാലം ഞാനും അങ്ങനെ ചിന്തിക്കും. കാർത്തിക് വരട്ടെ. ഇന്നലത്തെ സുന്ദരി അല്ല അച്ഛമ്മ ഇന്നത്തേത്. എന്തോ എനിക്ക് പേരട്ടി ധൈര്യം. വരുന്നിടത്ത് വെച്ച് കാണാം.
ഇത് അളിയന്റെ കാറാണല്ലോ. അളിയൻ വന്നിട്ടുണ്ടോ? അളിയന്റെ കാർ തന്നെയാ. അപ്പൊ അളിയൻ വന്നിട്ടുണ്ട്. അളിയനകത്തുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അകത്തോട്ട് എന്ന പ്രശ്നം. ഒരു പ്രശ്നവുമില്ല. തൽക്കാലം നാട്ടിലെ കാര്യങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കാം. കൂടിയ 2 ആഴ്ച. അതിനുള്ളിൽ നമുക്ക് കല്യാണം നടത്തണം. ഞാൻ പോയപ്പോ ചർച്ച നടന്ന അതേ സ്ഥലത്ത് തന്നെയാണല്ലോ ചർച്ച ഇപ്പോഴും നിൽക്കുന്നേ. പുരോഗതിയൊന്നും ഇല്ലേ? അച്ഛ കണ്ടോ ചേച്ചിക്ക് ധൃതിയായി. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നാ ചേച്ചിയുടെ ആഗ്രഹം. ദേ മാലിനി, ഇനിയും കളിയാക്കാൻ ഉദ്ദേശിച്ചെങ്കിലേ ഞാൻ പോയി കിടന്ന് ഉറങ്ങും. പറഞ്ഞേക്കാം. ഹ, അങ്ങനെ അങ്ങ് പോവാതെ കളക്ടറെ ഇവിടെ ഇരിക്കേ. ചിലപ്പോ ചില നിർണായക അഭിപ്രായങ്ങൾ കളക്ടർ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുന്നത്, അല്ലേ ഏട്ടാ? ഇക്കാര്യത്തിൽ കളക്ടറിൽ നിന്ന് ഒരഭിപ്രായം പ്രതീക്ഷിക്കണ്ട. കളക്ടർ വേറെ മൂഡിലായിപ്പോ. ദേ ചേട്ടായി, ഞാൻ പോവും പറഞ്ഞേക്കാം കേട്ടോ. പിണങ്ങി പോവലടി മോളെ, ഇരിക്കേ. ആരെന്തൊക്കെ അഭിപ്രായം പറഞ്ഞാലും കല്യാണത്തിന് ആഡംബരം ഒട്ടും കുറയ്ക്കാൻ പറ്റില്ല. അതെനിക്ക് നിർബന്ധമാണ്. നീ എവിടെ നിൽക്കുന്നു? ആ ശരി, ഞാൻ അങ്ങോട്ട് വരാം. സുന്ദരി, ഏത് ഓഡിറ്റോറിയം നമുക്ക് ബുക്ക് ചെയ്യണ്ടേ? പറഞ്ഞേ. എന്തേലും ഐഡിയ ഉള്ളിലുണ്ടോ പെങ്ങൾക്ക്? ഓഡിറ്റോറിയോ? എന്തിന്? അതൊന്നും വേണ്ട ചേട്ടായി. വേണം, അതൊക്കെ വേണം. അക്കാര്യങ്ങളില് വേണം കയറി തലയിടണ്ട. അഭിപ്രായം ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നാ മതി. അമ്മേ, അളിയൻ വന്നിട്ടുണ്ടല്ലേ? അളിയൻ മാത്രമല്ല, നിന്റെ ചേച്ചിയും വന്നിട്ടുണ്ട്. സുന്ദരിയുടെ കല്യാണം തീരുമാനിച്ച് ഡേറ്റ് കുറിക്കാനായിട്ട് വന്നിരിക്കുക. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? വാ, അകത്തേക്ക് വാ. വിളിച്ചോണ്ട് വാ അമ്മ. കൃഷ്ണമാമ അവിടെ ഉണ്ടല്ലോ. മോനിപ്പോ അമ്മയുടെ കൂടെ ഈ വീട്ടിലാ താമസമെന്ന് കൃഷ്ണമാമയോട് പറയുകയും ചെയ്യാലോ. വേഗം വിളിച്ചോണ്ട് വാ. വാടാ കാർത്തി, നമുക്ക് അകത്തേക്ക് ചെല്ലാം. എന്താ ഉണ്ടാകുന്നെന്ന് വെച്ചാ ഉണ്ടാവട്ടെ. അതാ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഈ വീട്ടിൽ വെച്ച് കാർത്തിക്കും കൃഷ്ണമാമയും മുഖാമുഖം കണ്ട എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. ഒന്നും സംഭവിക്കാനില്ല. വാ മോനെ, നീ അകത്തേക്ക് വാ. വേണ്ടമ്മേ, ഇവിടെ വെച്ച് അളിയൻ എന്നെ കണ്ട അത് ശരിയാവില്ല. ഞാൻ തിരിച്ചു പോവാ. തിരിച്ചു പോകാനോ? എങ്ങോട്ട്? എങ്ങോട്ട് നീ പോകുന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അതാ നല്ലത്. പേടിച്ചിട്ടൊന്നുമല്ല, മാഡത്തിന്റെ കല്യാണം നടക്കാൻ പോവല്ലേ. അതിനിടയിൽ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. വയ്യാത്ത ഈ കൈയും വെച്ചോണ്ട് നീ തനിച്ച് വീട്ടിൽ പോയി എന്ത് ചെയ്യാനാ? അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ഒരു കുഴപ്പമില്ല. അതാ ഇപ്പൊ നല്ലത്. നിക്ക്. ജീവിതകാലം മുഴുവൻ നീ കൃഷ്ണന്റെ മുന്നിൽ ചെല്ലാതെ ഇങ്ങനെ ഒളിച്ചു നടക്കാനാണോ നിന്റെ ഉദ്ദേശം? എല്ലാത്തിനും അതിൻ്റെതായ സമയം വരും. അപ്പൊ നോക്കിക്കോളാം ഞാൻ. തൽക്കാലം ഞാൻ പോവാ. കാണാ സുന്ദരി. അവസരം നീ കൃത്യമായി പ്രയോജനപ്പെടുത്തി, അല്ലേ സുന്ദരി? ഒരാളുടെ കുറവുകളാ മറ്റുള്ളവർക്ക് അവരുടെ മേൽ അവസരങ്ങളായി മാറുന്നത്. കുറവുകൾ ഉണ്ടാക്കാതെ നോക്കേണ്ടതാ ഒരാളുടെ മിടുക്ക്. അല്ലെങ്കിൽ തോറ്റു കൊടുക്കേണ്ടി വരും.